മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും. ഇവർക്കെല്ലാം എതിരായിട്ടുള്ള ആക്രമണം ഇവർ നടത്തുന്നുണ്ട്. ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് ഒരു നിയമം കൊണ്ടുവരികയാണ് ദൗർഭാഗ്യവശാൽ. സമൂഹത്തിലെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. എല്ലാതരം ന്യൂനപക്ഷങ്ങളെയും എതിർക്കുക, ആക്രമിക്കുക, തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നവരെ വകവരുത്തുക, ഇതെല്ലാമാണ് RSSന്റെ പ്രൊജക്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രത്യേകം ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് പിണറായി വിജയൻ്റെ തല കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഖ്യാപിക്കില്ല ഒരു ബി ജെ പി നേതാവ്, RSS നേതാവ് പരസ്യമാണ്. മോഹൻ ഭഗത്തിന്റെ വിജയദശമി പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും ചില പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അവർ വലിയ അപകടകാരികളാണ്. അവരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. അവർക്കെതിരായിട്ടാണ് നമ്മൾ ജാഗ്രത പാലിക്കുന്നത്. അപ്പോൾ ഇവർക്കിത് വളരെ ഭംഗിയായിട്ടറിയാം. അപ്പം ആ ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസുമായിട്ട് സഹകരിച്ചിട്ടാണെങ്കിൽ പോലും കേരളത്തിൽ CPIഎമ്മിനെയും ഇടതുപക്ഷത്തെയും വകവരുത്താൻ പറ്റുമോ എന്ന് തന്നെയാണ് RSS BJP നോക്കുക. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ സാക്ഷരത അളക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുക.